ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് 25ാമത്തെ നോമ്പാണ്. അപ്പോൾ 25ാമത്തെ നോമ്പ് ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. 5 മണി ആയിട്ടുണ്ട്. രാവിലെ മുതലുള്ള കാര്യങ്ങൾ എനിക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ നടന്ന കാര്യം ഞാൻ എന്തായാലും ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. രാവിലെ അത്താഴത്തിന് എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ബാങ്ക് വിളിച്ചു. അപ്പോൾ ഞാൻ നിസ്കരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങി എണീറ്റത് പിന്നെ 8 മണിക്കാണ്. അങ്ങനെ 8 മണിക്ക് ഉറങ്ങി എണീറ്റതിന്റെ ശേഷം ഞാൻ നേരെ എന്ത് ചെയ്തു, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ബീഫും അതുപോലെ ചിക്കനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ബീഫിന്റെ കടയിലും അതുപോലെ ചിക്കൻ സ്റ്റാളിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ അതിൻ്റെതായ തിരക്കുണ്ടാവുമല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നതിന് ശേഷം പിന്നീട് ഞാൻ നേരെ പെങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. പെങ്ങള് കല്യാണം കഴിച്ചു കൊടുത്താണ് കേട്ടോ. പെങ്ങള് കെട്ടിച്ചു കൊടുത്താണ്. അപ്പോൾ ഞങ്ങൾ 3 മക്കളാണ് കേട്ടോ. 3 മക്കളിൽ മൂത്തതാണ് ഞാൻ. രണ്ടാമത് അനിയത്തിയാണ്. അതുപോലെ അതിന്റെ ശേഷം ഒരു അനിയനും. അങ്ങനെ 3 മക്കളാണ് ഞങ്ങള്. അങ്ങനെ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോയി. അങ്ങനെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന്റെ ശേഷം ഞാൻ നേരെ വെള്ളിയാഴ്ചയാണല്ലോ പള്ളിയിൽ പോയി. അങ്ങനെ പള്ളിയിൽ പോയി വന്നതിന്റെ ശേഷം ഞാനൊന്ന് കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ കിടന്നുറങ്ങിയതിന്റെ ശേഷം ഞാൻ 4:30ക്കാണ് എണീക്കണത് കേട്ടോ. അങ്ങനെ 4:30ക്ക് എണീറ്റുകാണ്ട് നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ കുളിച്ച് വന്നതിന് ശേഷമാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയി നോക്കാം. വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്ത് പവറാക്കാം. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ താക്കണ് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോഴാണ് ഉപ്പ പറഞ്ഞത് വണ്ടി ഒന്ന് മാറ്റിയിട്ട് വണ്ടി ഒന്ന് സൈഡൊക്കെ ഒതുക്കിയിടുന്ന്. അപ്പോൾ ഞാൻ ഇതാക്കണ് വണ്ടി മാറ്റിയിടാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമുക്ക് വണ്ടി മാറ്റിയിടാമല്ലോ കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വണ്ടി സൈഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി ഇതാക്കണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വണ്ടി മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതാക്കണ് കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇതാക്കണ് ജ്യൂസൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചതാണ്. അതുപോലെ നാരങ്ങ വെള്ളം ഇതാക്കണ് ഇവിടെ. അതേപോലെ തന്നെ അപ്പുറത്ത് ഇതാക്കണ് കേട്ടോ പൈനാപ്പിളിന്റെ ജ്യൂസും കൊണ്ട്. ഇത് നമ്മൾ ഇതാക്കണ് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് കേട്ടോ. ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ജ്യൂസ് അടിക്കലൊക്കെ കഴിഞ്ഞു. ഇത് പൈനാപ്പിളിന്റെ ജ്യൂസും. പിന്നീട് ഞാൻ ഇതാക്കണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് തന്നെ പോയി. കാരണം കിച്ചണിലാണ് എല്ലാവരും ഉള്ളത് കേട്ടോ. അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് ബീഫ് നല്ലപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് ഇതാക്കണ് നല്ല അടിപൊളിയായി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇതാക്കണ് നല്ലപോലെ വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അനിയത്തി പറഞ്ഞത് സാധനം വാങ്ങാനുണ്ട്, പീടി പോയി വരണമെന്ന്. അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇതാക്കണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഷോപ്പ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. അതുപോലെ ഇവിടുന്ന് നേരെ തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ ഷോപ്പുള്ളത്. ആ കാണുന്നതാണ് ഷോപ്പ്. ഞാനൊന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് ഷോപ്പ്. അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് 2 അടി വെച്ചാൽ മതി കേട്ടോ കാല്. അപ്പോൾ തന്നെ അവിടെ എത്തും. അങ്ങനെ ഞാനിതാക്കണ് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാനിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഷോപ്പിൽ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് 1-2 സാധനം വാങ്ങാനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിട്ടോ. അങ്ങനെ ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ സാധനം വാങ്ങി തിരിച്ചിതാക്കണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണ്. വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് അനിയൻ നല്ല പണിയിലാണ് കേട്ടോ. ബീഫ് ഇതാക്കണ് ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ക്യാപ്സിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്യാപ്സിക്കൻ ഇട്ടതിൻ്റെ ശേഷം അതിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ഇതാക്കണ് ചിക്കന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നല്ല അടിപൊളിയായി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതാക്കണ് ഇവിടെ ഇതിലേക്ക് ക്യാപ്സിക്കനൊക്കെ ഇട്ടിട്ട്
ഒന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ആണ് കേട്ടോ ഇതിട്ടിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നല്ലപോലെ ഇതാക്കണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് നമ്മൾ ഫ്രൂട്ട്സ് ഇങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഭാഗത്ത് ഫ്രൂട്ട്സ് ഇങ്ങനെ അനിയന് ഇതാക്കണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അവന് നല്ല വൃത്തിയിൽ ഇങ്ങനെ നല്ല അടിപൊളിയാക്കി ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇവിടേക്ക് വന്നുകൊണ്ട് ഞാൻ ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവന് സമ്മതിക്കുന്നില്ല. ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയാണ്. അവസാനം ഏതായാലും എന്നോട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇതാക്കണ് കുറച്ചൊക്കെ അവനും സെറ്റ് ചെയ്ത് പിന്നീട് ഞാൻ ഇതാക്കണ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഇത് ആദ്യം തന്നെ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ടുകാണ്ട് അവസാനം ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇതാക്കണം കേട്ടോ. ഇങ്ങനെ പൊറുക്കി ഇടുന്നുണ്ട് പാത്രത്തിലേക്ക്. എന്നിട്ട് അവസാനം ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കരുതിട്ടോ. അങ്ങനെ ഇതാക്കണ് ഞാൻ പിന്നീട് ഇങ്ങനെ സെറ്റ് ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എല്ലാം സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇത് നേരെ ആദ്യം തന്നെ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ടേബിൾമ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, വിരുന്നുകാരൊക്കെ ഉണ്ട്. അതിനുശേഷം കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് ബീഫ് വേവിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് നേരെ നമ്മുടെ ഫുഡിൻ്റെ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് അരിയുടെ ഒരു ഭാഗത്തേക്ക് മാറ്റി കണ്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇതാക്കണ് നല്ല അരി ഒന്ന് അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ലേശം കനല ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാക്കണ അപ്പോഴേക്കും ഉമ്മ ഇതാക്കണ ഒരു പാത്രത്തിൽ തണ്ണിമത്തന് നല്ല ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ അടുപ്പത്ത് നമ്മുടെ ഫുഡ് ഇതാക്കണ് വേവിക്കാൻ വേണ്ടിയിട്ട് മേലെ സാധനങ്ങളൊക്കെ വെച്ച് ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ എണ്ണക്കടി ഇതിലാക്കി വെച്ചേക്കാണ്. അടുത്തത് ഞാനിതാക്കണ് ഇവിടെ മാങ്ങ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ ഈ ടേബിൾമേ. അങ്ങനെ ഞാനിതാക്കണ് മാങ്ങ ടേബിൾമേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ളൊരു ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. എണ്ണക്കടി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ സമൂസ ഇതാക്കണ്, അതുപോലെ ഇതാക്കണ ഫ്രൂട്ട്സ് മാങ്ങ ഇതാക്കണ ഒരു സൈഡിൽ. അതേപോലെ തന്നെ തണ്ണിമത്തൻ ഇവിടെ വെച്ചിട്ടുണ്ട്, കാരക്കുണ്ട്. അതേപോലെ തന്നെ ഇത് പൊക്കവടയാണ് കേട്ടോ, പൊക്കവട വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായി നമ്മൾ ടേബിളുമേ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാക്കണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇതാക്കണ ഓഫീസ് റൂമിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ ഇതാക്കണ് ഓഫീസ് റൂമിൽ നമ്മൾ നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാക്കണ ഓഫീസ് റൂമിൽ നിന്ന് നേരെ തിരിച്ചു പോവാണ് കേട്ടോ. അതിനുശേഷം ഞാനിതാക്കണ് കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് ജ്യൂസിൽ നല്ല ഐസൊക്കെ ഇട്ടിട്ട് ജ്യൂസ് ഒരു ജഗ്ഗിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ജഗ്ഗിലേക്കൊക്കെ മാറ്റി ജഗ്ഗൊക്കെ നേരെ വെള്ളം കാര്യങ്ങളും എല്ലാ ജ്യൂസും സംഭവങ്ങളൊക്കെ നേരെ ടേബിൾമേ വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം കേട്ടോ. ഇതാക്കണ ടേബിൾമേ എല്ലാ തരം വെള്ളവും എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാങ്കൊക്കെ വിളിച്ചു. അപ്പോൾ ഞാനിതാക്കണ് കിച്ചണിനാണ് നോമ്പ് തുറക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു, കാരക്കൊക്കെ കുടിക്കൽ കഴിഞ്ഞു. ആദ്യം തന്നെ നമ്മൾ പിന്നീട് ജ്യൂസ് കുടിക്കൽ തുടങ്ങി. ആദ്യം തണ്ണിമത്തൻ്റെ ജ്യൂസാണ് കുടിച്ചത്. പിന്നീട് നേരെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഇതാക്കണ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം നോമ്പ് തുറക്കുന്ന നേരത്ത് മധുരമുള്ള സാധനം കിട്ടിയാൽ അതൊരു പ്രത്യേക തരം രസമായിരിക്കുമല്ലോ.
അതിനുശേഷം ഇങ്ങനെ ഞാൻ ഇതാക്കണ് വീണ്ടും രണ്ടാമത് കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു, നോമ്പാണല്ലോ, അപ്പം അറിയാലോ. അങ്ങനെ ഞാനിതാക്കണ് ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എണ്ണക്കടി തിന്നാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എണ്ണക്കടി ഇതാക്കണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം കൈക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നീട് ഞാനിതാക്കണ് സമൂസ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ശരിക്ക് കഴിക്കാൻ കഴിയൂല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പല്ലിന് പിന്നിട്ടാൽ. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് പിന്നീട് നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാക്കണ് നിസ്കാര ഹാളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് കിച്ചണിലേക്ക് വന്നു. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് നമ്മളെ ഫുഡ് ഇതാക്കണ് ദമ്മൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാക്കണ് ബീഫ് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫ് ഇതാക്കണ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക തരം ഭംഗിയുണ്ട്. അതേപോലെ പാത്രം ഒരു ഭാഗത്തേക്ക് നേരെ ഫുഡ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്, ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാക്കണ് ഇതിൻ്റെ സൈഡിലേക്ക് ഇതാ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യം തന്നെ. അപ്പോൾ ബീഫ് ഇതാക്കണ് ബോളിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാക്കണ് പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ബീഫ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എല്ലാ സംഗതികളും നേരെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. പിന്നീട് ഇതാക്കണ് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഇതാക്കണ് ഇവിടെ കിച്ചണിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഫുഡ് ഇതാക്കണ് പാത്രത്തിലേക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാനുള്ളത് ഫുഡ് എടുത്തിട്ടുണ്ട്. ഇതാക്കണ അതിൻ്റെ അടിയിൽ ജ്യൂസും ഉണ്ട്, പത്തിരി ഉണ്ട്, പൊറോട്ട ഉണ്ട്. ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതാക്കണ് ഇവിടെ കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നല്ല പോലെ ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ഗായ്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.